ഹായ് ഓൾ. അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ വളരെ സ്പെഷ്യൽ ഒരു വീഡിയോ ആണ്. കാരണം ഞങ്ങൾ കുറച്ച് നാളായിട്ട് വെയിറ്റ് ചെയ്തിരുന്ന ഒരു വീഡിയോ ആണ്. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന ഗൈഡൻസ് പ്ലസ് എന്ന് പറയുന്ന ഒരു ഏജൻസി എന്നല്ല, ആക്ച്വലി എല്ലാവർക്കും അറിയാവുന്ന ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഫേം. അതായത് ഇപ്പം നമ്മൾ യു കെ ആണെങ്കിലും അയർലൻഡ് ആണെങ്കിലും എവിടെ ആണെങ്കിലും എബ്രോഡ് സ്റ്റഡീസിന് നമ്മൾ ഫസ്റ്റ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ വരുന്നൊരു നെയിമാണ് ഗൈഡൻസ് പ്ലസ് തന്നെ. സോ ഇന്ന് നമ്മൾ ആക്ച്വലി അതിൻ്റെ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളല്ല സംസാരിക്കുന്നത്. അതായത് നമ്മളിപ്പോൾ കൂടെ ഉള്ളത് എൻ്റെ അടുത്ത വളരെ വർഷങ്ങളായിട്ട് പരിചയമുള്ള, അതായത് ഇവിടെ വന്നപ്പം തൊട്ടേ പരിചയമുള്ള മിസ്റ്റർ ബിബിൻ ജോസഫ്. അതായത് ഇപ്പം ഇവിടെ ആക്ച്വലി നോർത്തേൺ അയർലൻഡിൽ ഫസ്റ്റായിട്ട് ഒരു മലയാളിക്ക് ഹോം ഓഫീസിൽ നിന്ന് രജിസ്ട്രേഷൻ കിട്ടുന്ന, അതായത് ഇമിഗ്രേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള അഡ്വൈസ് കൊടുക്കാൻ പറ്റുന്ന ലീഗലായിട്ട് രജിസ്ട്രേഷൻ കിട്ടിയിട്ട് അപ്പോൾ ഇപ്പോൾ ഇവിടെ ഒരു ഓഫീസ് ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും എല്ലാം ബിബിൻ ചേട്ടൻ തന്നെ പറയും. താങ്ക് യു ഹരീഷ്. ഹരീഷിന് വർഷങ്ങളായിട്ട് പരിചയമുണ്ടല്ലോ. ഹരീഷ് നമ്മുടെ നാട്ടിലെ ഓഫീസും കാര്യങ്ങളൊക്കെ അറിയാവുന്നതാണ്. ഇത് നമ്മളിപ്പം സ്റ്റുഡൻറ്റ് കൺസൾട്ടൻസി ഫീൽഡിലായിരുന്നു ഞങ്ങൾ ഏകദേശം ഒരു 7-8 കൊല്ലമായിട്ട് ഇവിടെ പ്രവർത്തിക്കുന്ന നോർത്തേൺ അയർലൻഡിൽ. നാട്ടിൽ നമ്മുടെ സ്ഥാപനം നമ്മൾ അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ഗൈഡൻസ് പ്ലസ് എന്ന് പറഞ്ഞ സ്ഥാപനമാണ്. ഇത് ഗൈഡൻസ് പ്ലസ് NI, അതിൻ്റെ ഒരു സബ് ബ്രാഞ്ച് പോലാണ് ഇവിടെ. നമ്മുടെ നാട്ടിലെ പ്യുവറായിട്ട് അവർ എഡ്യൂക്കേഷൻ കൺസൾട്ടൻസി മാത്രമേ ഉള്ളൂ. ബിജു സാറും അവരൊക്കെ താങ്കൾക്ക് നേരിട്ട് അറിയാവുന്നതാണല്ലോ. നമ്മളിപ്പം ഇവിടുത്തെ ആവശ്യത്തിനനുസരിച്ച് കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക. ഇപ്പോൾ അനേകം പേര് ഈ നോർത്തേൺ അയർലൻഡിൽ ബുദ്ധിമുട്ടുന്ന ഒരു കാര്യമാണ്. അവർക്ക് നോർത്തേൺ അയർലൻഡിലൊരു എമിഗ്രേഷൻ കൺസൾട്ടൻസി ഇല്ല. ധാരാളം പേര് പ്രൈവറ്റായിട്ടൊക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ ഹോം ഓഫീസ് അപ്രൂവ്ഡ് ആയിട്ടുള്ളൊരു മലയാളി വക്കീലോ ഒരു ഇന്ത്യൻ വക്കീലോ വളരെ വിരളമാണെന്നാണ് തോന്നുന്നത്. എനിക്ക് അറിയുന്നില്ല. ഒത്തിരി പേര് ഇംഗ്ലണ്ടിലും വെയിൽസിലും ആണ് ആശ്രയിക്കുന്നത്. അപ്പം പെട്ടെന്ന് ഒരു പ്രാവശ്യം നമുക്കൊരു അത് തുടങ്ങി വെക്കാനും പറ്റത്തില്ല. അപ്പോൾ ഞങ്ങൾ ഹോം ഓഫീസിനെ ഒന്ന് കോൺടാക്റ്റ് ചെയ്തു. അവർ പറഞ്ഞ കോഴ്സും കാര്യങ്ങളൊക്കെ ചെയ്ത്, അപ്പം ഹോം ഓഫീസ് റെഗുലേറ്റഡ് എമിഗ്രേഷൻ അഡ്വൈസർ. അപ്പം നമുക്ക് ഏത് രീതിയുമുള്ള അതിന് 3 ലെവലാണുള്ളത്. ലെവൽ 1, ലെവൽ 2, ലെവൽ 3. നമ്മളിപ്പോൾ ലെവൽ 1 ആണ് ഹോം ഓഫീസ് അപ്രൂവ് ചെയ്തേക്കുന്നത്. നമുക്ക് ഒരുവിധം ഇവിടെ നിൽക്കുന്ന വിദേശികൾക്ക് വേണ്ട സഹായങ്ങളെല്ലാം, എമിഗ്രേഷൻ സംബന്ധമായ സഹായങ്ങൾ എല്ലാം നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. അപ്പോൾ തന്നെ അവരെ കറക്റ്റായിട്ട് അതിന് എന്താവശ്യമാണെന്നനുസരിച്ച്, ഉദാഹരണം പറഞ്ഞാൽ ആപ്ലിക്കേഷൻസ് എല്ലാം തന്നെ, അസൈലം ആപ്ലിക്കേഷൻസ് മുതൽ ഹോം ഓഫീസ് PR, ബ്രിട്ടീഷ് സിറ്റിസൺഷിപ്പ്, വിസ ആപ്ലിക്കേഷൻസ്, അങ്ങനെ എന്താവശ്യമുണ്ടെങ്കിലും അവർക്ക് സഹായിക്കാൻ പറ്റും. പിന്നീട് സ്പോൺസർഷിപ്പ് മാനേജ്മെൻറ്റ് സിസ്റ്റം, അങ്ങനെ എമിഗ്രേഷൻ്റെ ഭാഗത്ത് വരുന്ന ഒരു പരിധിയിൽ വരുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ ലെവൽ 2, ലെവൽ 3യും ഉള്ള പ്രിപ്പറേഷനിലാണ്. അപ്പോൾ തന്നെ ഒന്ന് ശ്രദ്ധിക്കുക, ഞങ്ങൾ സോളിസിറ്റർ ഫേം അല്ല. ഞങ്ങൾ എമിഗ്രേഷൻ മാത്രം കൈകാര്യം ചെയ്യുന്ന ഹോം ഓഫീസിൻ്റെ അതിൽ ഹോം ഓഫീസിൻ്റെ വെബ്സൈറ്റിൽ ചെന്ന് നിങ്ങൾ നോക്കുക. ഈ ഏരിയ ബെൽഫാസ്റ്റിലൊരു ഓതറൈസ്ഡ് അല്ലെങ്കിൽ അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ റെഗുലേറ്റഡ് എമിഗ്രേഷൻ അഡ്വൈസർ ലിസ്റ്റ് തന്നെ ഉണ്ട്. അതിനകത്ത് നമ്മുടെ ലിസ്റ്റുണ്ട്. നമ്മളതാണ് നമ്മുടെ സേവനങ്ങൾ അതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ തന്നെ ഇന്ത്യൻ പാസ്പോർട്ട് റിന്യൂവൽ, NMC ആ കാര്യങ്ങൾ, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾക്കെല്ലാം ഇവിടെ എല്ലാവരും ഇംഗ്ലണ്ടിനെയാണ് ആശ്രയിക്കുന്നത്. അപ്പോൾ അതൊക്കെ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. പിന്നെ ഇത് പൂർണ്ണമായിട്ട് ബിസിനസ്സും അല്ല. എമിഗ്രേഷൻ ആർക്കെങ്കിലും ഒരു എമിഗ്രേഷൻ ആവശ്യമുണ്ട്, താങ്കൾക്ക് സാമ്പത്തികമായിട്ട് മുടക്കാൻ ബുദ്ധിമുട്ടുണ്ട്, ഞങ്ങളെ അപ്രോച്ച് ചെയ്യാൻ ഞങ്ങളുടെ പരിധിക്ക് വരുന്ന എല്ലാ കാര്യങ്ങളും, എന്ത് സേവനങ്ങളും ഞങ്ങൾ ചെയ്തു കൊടുക്കാൻ തയ്യാറാണ്. ഇപ്പോൾ ഞങ്ങൾ റേറ്റ്സും കാര്യങ്ങളൊന്നും ഞങ്ങൾ ഓപ്പണായിട്ട് പറയുന്നില്ല. ഞങ്ങൾക്ക് സമീപിക്കാൻ ഞങ്ങളെ. അപ്പോൾ തന്നെ എന്താവശ്യമുണ്ടെങ്കിലും ഇമിഗ്രേഷൻ കാര്യങ്ങൾ, ഒത്തിരി പേർക്ക് ആപ്ലിക്കേഷൻ ഒരു COS കിട്ടി, അവർക്ക് എങ്ങനെ സബ്മിറ്റ് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. അല്ലെങ്കിൽ അവരൊരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തിട്ട് 6-7 മാസമായി, എങ്ങനെയാണ് അതിന് വിസ ആയോ ഇല്ലയോ എന്ന് ഹോം ഓഫീസിനെ ഒന്ന് കോൺടാക്റ്റ് ചെയ്യണം. കോൺടാക്റ്റ് ചെയ്യുമ്പോൾ തന്നെ എന്താണ്, ഏത് രീതിയിലാണ്, അല്ലെങ്കിൽ ഇപ്പോൾ തുടർ പഠനം ഉപേക്ഷിച്ച് നിൽക്കുന്നവരുണ്ട് കുറച്ച് പേര്. ഫീ വേവറിങ് ആണോ, FLR ആണോ, അങ്ങനെ ഒത്തിരി സംശയങ്ങൾ പലരുടെയും ഇതുണ്ട്. അപ്പോൾ അവരെയൊക്കെല്ലാം നേരിട്ട് വന്ന് കാണാം, സംസാരിക്കാം, നമ്മളെ കൊണ്ട് ചെയ്യാവുന്ന സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കും. അതൊക്കെയാണ് നമ്മുടെ സർവീസുകൾ. ഇതിനു മുമ്പ് ഞങ്ങൾ ചെയ്യുന്ന അറിയാമല്ലോ. ഇപ്പോൾ നമുക്ക് ആൾസ്റ്റർ യൂണിവേഴ്സിറ്റി നമ്മൾ ഡയറക്റ്റ് അഫിലിയേറ്റഡ് ആണ്. ക്യൂൻസ് യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് ഡയറക്റ്റ് അഫിലിയേറ്റഡ് ആണ്. UK തന്നെ ഏകദേശം 84-ൽ പരം യൂണിവേഴ്സിറ്റികളും ഞങ്ങളുടെ മദർ കമ്പനിയുമായിട്ട് ഡയറക്റ്റ് ടൈപ്പ് ഉണ്ട്. അങ്ങനെ അയർലൻഡുണ്ട്. അങ്ങനെ അതൊക്കെ 10 വർഷമായിട്ട് നടക്കുന്ന ഒരു പ്രവർത്തനമാണ്. അതിൻ്റെ ഒരു ഭാഗമായിട്ട് മാത്രമാണ് നമ്മളാകുന്നത്.
ഹരീഷ്, നമ്മൾ പ്രത്യേകിച്ച് ഇതിപ്പോൾ ഹൈലൈറ്റ് ചെയ്യേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് കടന്നു വരാം. എമിഗ്രേഷൻ മാത്രം, ബാക്കി ഒരു ഡിപ്പാർട്ട്മെൻറ്റും ചെയ്യാൻ നമുക്ക് അധികാരമില്ല. എമിഗ്രേഷൻ സംബന്ധമായ എന്ത് ആവശ്യങ്ങളും, പാസ്പോർട്ട് റിന്യൂവലാണെങ്കിലും സിറ്റിസൺഷിപ്പിൻ്റെ ക്വയറീസ് ആണെങ്കിലും ഞങ്ങളെ നേരിട്ട് സമീപിക്കാം. ഞങ്ങൾ പൂർണ്ണമായിട്ട് നിങ്ങൾക്കുണ്ട്, നേരിട്ട് വരാം, കാണാം. ഈ ഓഫീസ് എവിടെയാണ് അഡ്രസ്സ് ഹരീഷ് പറയാമായിരിക്കുമല്ലോ. ഇവിടെ നമ്മുടെ ഈ രജിസ്ട്രേഷനിലേക്ക് പ്രേരിപ്പിച്ച് നിൽക്കുന്ന കാര്യം തന്നെ, അനേകം പേര് ഇവിടെ നിന്ന് ഇംഗ്ലണ്ടിലേക്ക് പോകുന്നു കാര്യങ്ങൾ അന്വേഷിക്കാനും. ഇംഗ്ലണ്ടിലാണ് സേവനം ചെയ്യുന്നത്. പിന്നെ ഒരു പരിധി വരെ നമുക്ക് പലരെയും അഡ്വൈസ് കൊടുക്കാം, അവരെ ജെന്യുവനായിട്ട് നമ്മളെ സഹായിക്കാൻ പറ്റുന്നില്ല. അപ്പം പലരെയും നമ്മൾ ഫ്രണ്ടാ അല്ലെങ്കിൽ റിലേറ്റീവാന്നൊക്കെ പറഞ്ഞ് ഹോം ഓഫീസിൽ വിളിക്കുമ്പോൾ ആദ്യം ചോദിക്കുന്നത്, ആർ യു എ റെഗുലേറ്റഡ് പേഴ്സൺ? അപ്പം നമുക്ക് ഇതിനകത്തൊരു ഒഫീഷ്യൽ റെഗുലേഷൻ ഉണ്ടെങ്കിലേ നമുക്കൊരു സ്റ്റെപ്പ് കൂടെ മുന്നോട്ട് കടന്ന് ചെന്നവരെ സഹായിക്കാൻ പറ്റുള്ളൂ. പിന്നെ അറിയാമല്ലോ, നമ്മുടെ ഗൂഗിളും യൂട്യൂബ് ചാനലിലും ഒക്കെ ഇഷ്ടംപോലെ ഇൻഫർമേഷൻസ് ഉണ്ട്. പലതും പലതായിരിക്കും. ഇപ്പോൾ ഇന്നത്തെ സാഹചര്യം അനുസരിച്ച് നമ്മൾ രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോഴറിയുന്നത്, ഈ നിയമം മാറിയല്ലോ, പുതിയ നിയമം വന്നോ. നേരത്തെ ഇപ്പോൾ UK ചരിത്രം അനുസരിച്ച് നോക്കുവാണെങ്കിൽ അവർ ടൈം ഫ്രെയിമിലെ നിയമങ്ങൾ മാറ്റത്തുള്ളായിരുന്നു. അത് റീസെൻ്റ്ലി ആയിട്ട് കഴിഞ്ഞ ഒരു ഏകദേശം 6-7 മാസമായിട്ട് അവർ മാറ്റി കഴിഞ്ഞിട്ട് അറിയിക്കുന്നത്. അല്ലെങ്കിൽ ഇന്നു മുതൽ മാറി, ഇന്ന് ഉച്ച മുതൽ മാറിയെന്ന് രാവിലെ ഒരു 10 മണിക്കാണ് പറയുന്നത്. അപ്പോൾ ആരുടെയും കുറ്റമല്ല. നമ്മൾ ചിലപ്പം ഒരു COS കിട്ടിയ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പേപ്പർ വർക്ക് ചെയ്യാൻ പോകുമ്പോഴായിരിക്കും അറിയുന്നത് ഈ നിയമം മാറി. പിന്നെ ഒരു ആപ്ലിക്കേഷൻ വൺസ് ഒരു തെറ്റായ ആപ്ലിക്കേഷൻ ഹോം ഓഫീസിൽ ഇട്ടാൽ ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് ഒരു 6 മുതൽ 1 വർഷം വരെ എടുക്കുന്നുണ്ട്. അതൊന്ന് റിവോക്കായി ബാക്കിലേക്ക് അപ്പോൾ ഒരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തതിൻ്റെ ഇടയ്ക്ക് പെട്ടെന്നൊരു നാട്ടിൽ പോകണം. അങ്ങനെ അനേകം എണ്ണപ്പെട്ട് പറഞ്ഞാൽ തീരാത്തതായ ഒരു സെക്ഷൻ തന്നെ ഇതിനകത്തുണ്ട്. അതിനകത്ത് എല്ലാ സെക്ഷനിലും ഞങ്ങളുടെ കമ്പനിയോ എക്സ്പേർട്ടാണെന്നല്ല പറയുന്നത്. പക്ഷെ ഒരു പരിധി വരെ പക്ഷെ നമ്മൾ അതായത് നമുക്ക് എന്താ പറയുന്നത്, ഇതിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്ത് ഓൾറെഡി നമ്മളൊരു എന്താ പറയുന്നത്, ഇതൊരു ചിലരെ അത് പാർട്ട് ടൈം ആയിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഫോർ എക്സാമ്പിൾ മറ്റുള്ള ബിസിനസിന്റെ ഇടയ്ക്ക് ഒത്തിരി പേരുണ്ട് കാര്യം അഡ്വൈസ് കൊടുക്കാൻ പറ്റും. പക്ഷെ അത് വ്യക്തമായി അപ്ഡേറ്റ് ആവണമെന്നില്ല. അവർ നിയമപരമായിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റത്തുമില്ല. അപ്പം നമുക്കൊരു പരിധി വരെ ആൾക്കാർക്ക് ഇൻഫർമേഷൻ പറഞ്ഞു കൊടുക്കാം. പക്ഷേ ഇപ്പം നമ്മളൊരു ആപ്ലിക്കേഷൻ ഫില്ലപ്പ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പേര് വെച്ചാൽ നമ്മൾ കൺസെൻറ്റ്, ഇപ്പം ഹരീഷ് ഒരു വർക്ക് പെർമിറ്റ് കിട്ടി. അപ്പോൾ ഹരീഷിൻ്റെ ബിഹാഫിൽ ഞങ്ങൾ ഹരീഷിൻ്റെ കാര്യങ്ങൾ ഹോം ഓഫീസുമായിട്ട് ഡീൽ ചെയ്യുക ഈ എമിഗ്രേഷൻ സംബന്ധമായ ആവശ്യങ്ങൾക്ക്. അപ്പം ഒന്നെന്ന് പറഞ്ഞാൽ ഈ വീഡിയോ നമ്മൾ മെയിനായിട്ട് നമ്മൾ അതായത് ഇമിഗ്രേഷൻ റിലേറ്റഡ് ആയിട്ട് എന്ത് കുറേ ഉണ്ടെങ്കിലും ഫസ്റ്റ് നമുക്ക് ഇപ്പോൾ ഇനി അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ, അത് എസ്പെഷ്യലി നോർത്തേൺ അയർലൻഡിൽ ബുദ്ധിമുട്ടുന്ന ആൾക്കാർക്ക്, നോർത്തേൺ അയർലൻഡ് എന്ന് മാത്രമല്ല UK എവിടെ ആയിക്കോട്ടെ. പക്ഷേ നോർത്തേൺ അയർലൻഡ് ബിജേട്ടൻ പറഞ്ഞ പോലെ നമ്മൾ കൂടുതൽ ആൾക്കാരും മെയിൻ ലാൻഡിലേക്ക് അപ്രോച്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനൊരു എന്താ പറയുന്നത്, ഫസ്റ്റ് നമുക്ക് പെട്ടെന്ന് വന്ന് അപ്രോച്ച് ചെയ്യാൻ, ഡയറക്റ്റ് വന്ന് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്നതും അല്ലാതെ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഈ വീഡിയോയുടെ കൂടെ കൊടുക്കും. ഇത് ആക്ച്വലി BT6-ലാണ് ഇപ്പോൾ, അതായത് മെയിൻ BT6-ൽ തന്നെ മെയിൻ ഒരു സ്പോട്ടിൽ ക്രഗാർ റോഡ് ഐസ്ലാൻഡിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഓഫീസ്. അപ്പം പെട്ടെന്ന് ബസ് സ്റ്റോപ്പ്, ഇപ്പോൾ ബസ്സിൽ വരുന്നവർക്കാണെങ്കിൽ ബസ് സ്റ്റോപ്പിന് നേരെ ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഈസിലി നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് കൂടിയാണ്. പക്ഷേ നമ്മൾ വീഡിയോ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മളൊരു ചെറിയ കാര്യം പറഞ്ഞത്, കഴിഞ്ഞ് നമ്മൾ ഓഫീസ് തുറന്നിട്ട് 2 ആഴ്ചയുള്ളൂ. ആരോ നടന്നു വന്ന നമ്മുടെ കേരളത്തിൽ നിന്ന് വന്നൊരു ഫാമിലിയാണ്. അവർ ഈ വിസയുടെ പ്രോബ്ലം കാരണം അവർ ഒരാഴ്ചയ്ക്ക് മുമ്പ് നാട്ടിൽ പോകേണ്ടായിരുന്നു. അവർക്ക് നാട്ടിൽ പോകാം. അവർ പലയിടത്തും വിളിച്ചു, ഹോം ഓഫീസിലും വിളിച്ചു, ഒരു റെസ്പോണ്ടില്ല. പലരെ അപ്രോച്ച് ചെയ്തപ്പം നമ്മൾ ഒരു ജസ്റ്റ് വോക്കിനായിട്ട് വന്ന അവർ ടിക്കറ്റ് വരെ മാറ്റേണ്ട വലിയൊരു ഫൈനാൻഷ്യൽ ലോസിലേക്ക് പോകേണ്ടതായിരുന്നു ഫാമിലി. ഇവിടെ ഏകദേശം അരമണിക്കൂർ കൊണ്ട് നമുക്കത് ചെയ്തു കൊടുക്കാൻ പറ്റി. അപ്പം അങ്ങനെ വളരെ വലിയൊരു കാര്യം. കാരണം നമ്മൾ പെട്ടെന്ന് നമുക്ക് ആരെ അപ്രോച്ച് ചെയ്യണം എന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാർക്ക് നിൽക്കുന്ന സ്ഥലത്താണ് നമുക്ക് ഇപ്പോൾ ഈ ഒന്നാമത്തെ കാര്യം, ഇതിനെ ആരും മിക്ക എമിഗ്രേഷൻ കാര്യങ്ങളും അവർക്ക് അറിയാവുന്ന നോളജ് വെച്ച് അവരങ്ങ് ചെയ്യുന്നതിൻ്റെ പ്രധാനമായിട്ട് എനിക്ക് തോന്നിയത് ഹൈലി ഫീസ്. കാര്യം നമുക്കറിയാലോ, സോളിസിറ്റേഴ്സിന് നല്ലൊരു എമൗണ്ട് കൊടുക്കണം. എന്നാൽ അവരെ നമ്മൾ കൊച്ചാക്കി പറയല്ല, അവർക്ക് ഇൻഷുറൻസ്, അവർക്ക് ഒത്തിരി കാര്യങ്ങളുണ്ട്. പിന്നെ ഇവരെ ഒന്ന് നേരിട്ട് കാണാനുള്ളൊരു അവസരം വളരെ കുറവാണ്. കാര്യം ഇവിടെ ഒരു ഇന്ത്യൻ ബേസ്ഡ് സോളിസിറ്റർ നോർത്തേൺ അയർലൻഡിലില്ല, അവർ ഇംഗ്ലണ്ടിലേക്ക് പോകണം. പിന്നെ ഫോൺ വഴി വിളിക്കുമ്പോഴുള്ള പ്രശ്നങ്ങൾ,
അങ്ങനെ അതുകൊണ്ട് അവർ തന്നെ അവരങ്ങ് ചെയ്യുക പല കാര്യങ്ങളും തന്നെ ചെയ്ത് കഴിഞ്ഞ് ഒരു കോംപ്ലിക്കേഷനായി ഒരു പരിധിയായി കഴിയുമ്പോഴാണ് വേറെ എവിടെയെങ്കിലും പോകുന്നത്. ഇപ്പം നമ്മുടെ ഇത് പറഞ്ഞ പോലെ ചെറിയൊരു കാര്യം നമ്മൾ പഴഞ്ചൊല്ല് പറയുന്ന പോലെ മുട്ടുസൂചി കൊണ്ട് എടുക്കുന്ന പ്രശ്നം അതുവരെ വലുതായി പോകുന്നു. ഇതിനകത്ത് പലതും ഒരു ചെറിയ ഗൈഡൻസ് കിട്ടിയാൽ തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പം പലരോടും ഞങ്ങൾ പറയുന്നത് ഇങ്ങോട്ട് വരണ്ട, ഞങ്ങളുടെ സേവനം ഞങ്ങളുടെ പെയ്ഡ് സേവനം നിങ്ങൾ എടുക്കേണ്ട ആവശ്യമില്ല, ഇന്ന കാര്യങ്ങൾ നിങ്ങൾ വീട്ടിൽ ഇരുന്ന് തന്നെ ചെയ്താൽ മതി, വളരെ സിമ്പിളാണ്. അതായത് ഫൈനാൻഷ്യൽ ഗെയിൻ മാത്രമല്ല, നമുക്ക് ഒരു എന്താ പറയാ, നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മൾ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാന്നുള്ളതും കൂടെ ഒരു പാട്ട്. പക്ഷെ എന്നിരുന്നാൽ പോലും നമ്മളൊരു ഇപ്പൊ എവിടെ ആണെങ്കിൽ പോലും എല്ലാ സർവീസസിനും ഒരു കോസ്റ്റ് ഉണ്ട്. അതിപ്പം നമ്മൾ നോർമലി, പക്ഷെ ആ കോസ്റ്റ് എന്ന് പറയുന്നത് വരുന്ന യൂസറിന് തീർച്ചയായിട്ടും അഫോർഡബിൾ ആയിട്ടൊരു കോസ്റ്റ് ആയിരിക്കും. ഫോളോ അപ്പ് കെയർ ഉണ്ടായിരിക്കും. ഞങ്ങൾക്ക് വെൽ ട്രെയിൻഡ് സ്റ്റാഫുണ്ട്, ഞങ്ങളുടെ തന്നെ ഓൺ സ്റ്റാഫുണ്ട്. കാര്യം ഞങ്ങളുടെ ഈ കമ്പനിക്ക് ഹോം ഓഫീസ് സ്പോൺസർസ് ലൈസൻസ് ഇവിടെ കിട്ടി. ഞങ്ങളുടെ എല്ലാ സ്റ്റാഫും ഞങ്ങളുടെ തന്നെ സ്പോൺസേഡ് സ്റ്റാഫാണ്. അപ്പോൾ അങ്ങനെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റും. പിന്നെ അത്യാവശ്യമായിട്ടൊരു ഫാമിലിക്ക് ഒരു വിസ പൂരിപ്പിക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആവശ്യമുണ്ട്, അവർക്ക് ഫൈനാൻഷ്യലി ആ ഫീസ് ബെയർ ചെയ്യാൻ ഇപ്പോൾ അവർക്ക് പറ്റുന്ന ഒരു സാഹചര്യമല്ല, തീർച്ചയായിട്ടും കടന്നു വന്ന സേവനം ഞങ്ങൾ തീർച്ചയായിട്ടും കൊടുക്കും. അങ്ങനെ ആരെങ്കിലും ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇരിക്കുവാണെങ്കിൽ, അല്ല പൈസ അടച്ചാലേ ഞങ്ങൾ ഒരു സർവീസ്, അതൊരിക്കലും ഇല്ല. കാരണം ഞാൻ ഇവിടെ വന്നിട്ട് ഇപ്പം ഈ സെപ്റ്റംബർ ആകുമ്പോൾ 3 കൊല്ലം. പക്ഷേ ഈ ഫൈനാൻഷ്യൽ പാർട്ട് എന്ന് പറഞ്ഞാൽ എല്ലാവരും സ്ട്രഗിൾ ചെയ്ത് വരുന്ന ആൾക്കാരെ. കാരണം എനിക്ക് തോന്നുന്നു മേ ബി ഒരു 60-70% ആൾക്കാരും ലോണ് അല്ലെങ്കിൽ അല്ലാതെ മേ ബി അല്ലാതുള്ള കാര്യങ്ങൾ എടുത്തിട്ടായിരിക്കും ഇവിടേക്ക് വരുന്നത്. അപ്പം അതിൽ നിന്ന് ഇപ്പം ഞാൻ സ്റ്റുഡന്റ് വിസയിൽ നിന്ന് അടുത്ത വിസയിലേക്ക് മാറിയപ്പോൾ പോലും എന്നെ ഹെൽപ്പ് ചെയ്ത് വിപിൻ ചേട്ടൻ. അപ്പം എനിക്ക് ആ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ഉണ്ട്, അതായത് വിസ കൺവേർഷന്റെ കാര്യത്തിൽ. അതായത് വളരെ നമുക്ക് ആ ഒരു സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഫൈനാൻഷ്യൽ ആയിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന ഒരു പീരീഡ് ആണ്. അപ്പൊ എനിക്ക് അന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഓൾമോസ്റ്റ് 2 years ബാക്ക് ആണ്. ആ 2 years ബാക്ക് തന്നെ എനിക്ക് വളരെയധികം പേഴ്സണൽ ആയിട്ട് ഗൈഡൻസ് തന്ന ഒരാൾ കൂടിയാണ് വിപിൻ ചേട്ടൻ. അതുകൊണ്ടാണ് അന്നും ഇന്നും ഞാൻ പലപ്പോഴും അങ്ങോട്ട് പോയി ഡിസ്റ്റർബ് ചെയ്യും. ഇല്ല, അങ്ങനെയൊന്നുമില്ല. നമ്മുടെ സാഹചര്യം അന്ന് മുതലേ ഞാൻ ഇതിന്റെ പണിപ്പുരയിലായിരുന്നു. ഇതിന്റെ ഒരു റെഗുലേറ്റഡ് ആയിട്ട് നമുക്കൊരു ഓഫീസ് തുറക്കാൻ പറ്റുള്ളൂ. ബാക്കി നമുക്ക് ഹരീഷിനെ അന്ന് ഹെൽപ്പ് ചെയ്തു. ഹരീഷ് ചെയ്യുന്ന പോലെ ഞാൻ പറഞ്ഞു തന്നു. പക്ഷെ അന്നത്തെ സാഹചര്യത്തിൽ നിന്ന് ഇന്നത്തെ സാഹചര്യത്തിലേക്ക് വന്ന മാറ്റം എന്ന് പറഞ്ഞാൽ, ഇന്ന് ഹരീഷിന് പകരമായിട്ട് എനിക്ക് ഹോം ഓഫീസോട് സംസാരിക്കാം. അതാണ് വന്ന മാറ്റം. ഒഫീഷ്യലായിട്ട് നിങ്ങളുടെ ഒരു കേസ് വേണമെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി എനിക്ക് ഹോം ഓഫീസിൽ, അല്ലെ ഞങ്ങളുടെ കമ്പനിക്ക് ഹോം ഓഫീസിൽ റെപ്രസെന്റ് ചെയ്യാം. ഇതെല്ലാം ഹോം ഓഫീസിന്റെ സൈറ്റിൽ വ്യക്തമായിട്ട് ഞങ്ങളുടെ എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പം ഞാനിപ്പോ ഇത് ഫസ്റ്റ് പോയിന്റ് ഓഫ് വിസിറ്റ് ആണ് ഇവിടെ. അപ്പൊ നമ്മൾ ഫ്യൂച്ചറിൽ ഇത് റിലേറ്റഡ് ആയിട്ട് ഓരോ കണ്ടന്റ് തീർച്ചയായിട്ടും ഇത് കാര്യം ഏപ്രിലിൽ PR-ന്റെ വളരെ നിയമങ്ങൾ മാറുന്നു, മറിയുന്നു, അങ്ങനെ ചെയ്യുന്നു. പലരും PR-നെ കുറിച്ച് ഒത്തിരി വിദ്യാധാരണകളുണ്ട്, ഇട്ടിട്ട് പോകുന്നു. കഴിഞ്ഞ ദിവസം ഒരു കുട്ടി എവിടെ വന്നു, അതൊരു നേഴ്സാണ്, റീസെൻ്റ്ലി നാട്ടിലേക്ക് പോകാൻ വേണ്ടി ഇരിക്കുക. കാര്യം ഈ ഒരു നഴ്സിംഗ് ഹോമിൽ വന്ന് ജോലി ചെയ്തു. പേര് എനിക്ക് വെളിപ്പെടുത്താൻ പറ്റത്തില്ലല്ലോ, കാര്യം ഡാറ്റ പ്രൊട്ടക്ഷൻ്റെ പ്രൈവസി കാരണം. 2 വർഷം ആയിട്ട് ഒരു നഴ്സിംഗ് ഹോമിൽ വന്ന് ജോലി ചെയ്തു. 2 വർഷം തികയുന്നതിന് 1 മാസം മുമ്പ് ആ നേഴ്സിൻ്റെ പിൻ നമ്പർ സംബന്ധമായ എന്തോ ആവശ്യങ്ങളായിട്ട് അവർ വിസ പോയി. പക്ഷേ പിൻ നമ്പറൊന്നും സംഭവിച്ചില്ല. പിൻ നമ്പർ തിരിച്ച് കിട്ടി. അപ്പോൾ ആ നഴ്സിംഗ് ഹോം ആ പുള്ളിക്കാരിയെ തിരിച്ച് സ്പോൺസർ ചെയ്യത്തില്ല നഴ്സിങ്ങിന്. അപ്പോൾ വീണ്ടും ഒരു പുതിയൊരു ജോലി കിട്ടി, COS കിട്ടി, എല്ലാം കിട്ടി. അപ്പോൾ ആരോ എവിടെയോ പറഞ്ഞു ഇനിയും 1 തുടങ്ങിയാലേ PR കിട്ടത്തുള്ളൂ. അപ്പോൾ പുള്ളിക്കാരി ഇനിയും വിചാരിച്ചു ഇനിയും ഒരു 5 കൊല്ലം നിന്നാലേ PR ഉള്ളൂ, അപ്പോൾ ഇനി വേറെ ഏതെങ്കിലും രാജ്യത്ത് പോകാം. പക്ഷെ അങ്ങനെ അതിൻ്റെയൊക്കെ നമുക്ക് പിന്നെ ഇൻ്റർവ്യൂ ചെയ്യാം. PR-നെ കുറിച്ചൊക്കെ ഒത്തിരി സംശയങ്ങളും, പുതിയ ആൾക്കാർ ഇവിടത്തെക്കാളും ബെസ്റ്റ് വേറെ എവിടെയാന്നൊക്കെ പറഞ്ഞ് ഇട്ട് പോകുന്നുണ്ട്. അങ്ങനെ ഒരു നിയമങ്ങളും ഇപ്പോഴും മാറിയിട്ടില്ല, ഇപ്പോഴും പഴയ നിയമങ്ങൾ തന്നെയാണ്. ബിബിൻ ചേട്ടൻ പറഞ്ഞു വളരെ വലിയൊരു പോയിന്റ്. കാരണം എവിടുന്നേക്കോ കേട്ടിട്ട് കുറച്ച് റൂമേഴ്സ് കേട്ടിട്ട് ഈ ആവശ്യമില്ലാത്തൊരു എന്താ പറയുന്ന പാനിക് എല്ലാവരുടെ ഇടയിലും ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഒന്നെങ്കിൽ നമ്മൾ ഈ ഗവൺമെന്റ് വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്യുന്നത് ഒഫീഷ്യലി അത് നോക്കാം, അത് ഈസിയാണ്. ഇതിനകത്ത് അതിനകത്ത് അവർ വളരെ മൈൽഡായിട്ടുള്ള ടെർമിനോളജിയാണ് എല്ലാത്തിലും യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ ചില കാര്യങ്ങൾക്ക് റെപ്രസെന്റേഷൻ ഉണ്ടെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ പെട്ടെന്ന് നടക്കും. പിന്നെ എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഏറ്റവും കൂടുതൽ ക്രിയേറ്റ് ചെയ്യുന്നത് ഇപ്പൊ യൂട്യൂബിൽ തന്നെ ഇഷ്ടംപോലെ വീഡിയോസ് വരുന്നുണ്ട്. അത് ഹരീഷ് ഈ വീഡിയോ ഇറങ്ങിക്കഴിഞ്ഞ് ഹരീഷ് തന്നെ ഒരു 3 ആഴ്ച കഴിഞ്ഞ് ഈ വീഡിയോ നോക്കിയാൽ മതി. ഇതൊരു 10, 15, 25 പേരെ ഇത് കാണത്തുള്ളൂ.
അല്ലെങ്കിൽ ഹരീഷ് ഉടനെ ഒരു വീഡിയോ ഇറക്കും, കണ്ടോ വിസ കൊടുക്കാത്ത ഒരാൾ, അല്ലെങ്കിൽ കണ്ടോ നിങ്ങളുടെ പ്രശ്നം. എപ്പോഴും നെഗറ്റീവ് നെഗറ്റീവിനാണ് ഒരു, കാരണം നമ്മളിപ്പം എപ്പോഴും ഇവിടെ നമ്മൾ നല്ലത് പോസിറ്റീവായിട്ട് ആരിട്ടാലും അത് കാണുന്ന ആൾക്കാർ വ്യൂസ് കുറവായിരിക്കും. കാരണം അതല്ലാതെ ഓട്ടോമാറ്റിക്കലി ഇപ്പം ന്യൂസ് പേപ്പറിലാണെങ്കിൽ പോലും ഇപ്പൊ നെഗറ്റീവ് ന്യൂസ് ആണ്. അല്ല, ഭയം മനുഷ്യനെ ഒരു വലിയ പ്രശ്നമാക്കുക. അതുകൊണ്ട് ഇതിനകത്ത് അങ്ങനൊന്നുമില്ല. നമ്മൾ നമുക്ക് ഒരു 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 കുടക്കീഴിലെല്ലാം കൂടെ ഒന്ന് കൊണ്ടുവന്ന് ചെയ്യാമോ നമ്മൾ നോക്കുന്നത്. ഞാൻ ജസ്റ്റ് ഒരു ലാസ്റ്റ്, ഇപ്പൊ ഇന്നത്തെ ഒരു ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ പറയാം. അപ്പം നമ്മൾ ഇമിഗ്രേഷൻ സോളിസിറ്റർ അത് ഡിഫറെന്റ് ആണ്. അപ്പം നമ്മൾ ഇമിഗ്രേഷനകത്ത് ഈ കാറ്റഗറീസ് ഉണ്ടല്ലോ, അതായത് ഏതൊക്കെ പോയിന്റ് ഇപ്പൊ COSനകത്ത് അപ്ലൈ ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ, അത് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ബേസിക് നമുക്ക് ഈ ഓഫീസിൽ നമ്മൾ അവരുടെ ഗൈഡ് ലൈൻസ് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്ന ഗൈഡൻസ്, അസൈലം ആപ്ലിക്കേഷൻസ് എല്ലാം ചെയ്യാം. പിന്നെ വിസിറ്റിംഗ് വിസ ആപ്ലിക്കേഷൻ ചെയ്യാം, സ്പൗസിൻ്റെ ആപ്ലിക്കേഷൻ ചെയ്യാം, ഫിയാൻസിയുടെ ആപ്ലിക്കേഷൻ ചെയ്യാം, ഡിപ്പെൻഡൻറ്റ് റിലേറ്റീവ്, അങ്ങനെ ഒരുവിധം ആപ്ലിക്കേഷൻ, PR-ൻ്റെ എല്ലാ ആപ്ലിക്കേഷൻ, അങ്ങനെ ഒരുവിധം ഹോം ഓഫീസിൽ പറയുന്ന എല്ലാ ആപ്ലിക്കേഷനും ചെയ്യാൻ പറ്റാത്തത് എന്ന് പറഞ്ഞാൽ ഇല്ലീഗലായിട്ട് നിൽക്കുന്നവരെ സഹായിക്കുന്ന അതുണ്ട്. അത് ലെവൽ 2 ലെവൽ 3 ആണ്. അത് ഞങ്ങളൊരു ഇപ്പോൾ ഒരു ലോ ഫേമിനോട്ട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കണമല്ലോ. നമ്മൾ ഇംഗ്ലണ്ടിലുള്ള ഒരു റെപ്യൂട്ടഡ് സോളിസിറ്റർ ഫേമുമായിട്ടാണ് നമ്മുടെ അഫിലിയേറ്റ് അവിടെ നിൽക്കാം. അങ്ങനെ ഒരു ഇവിടെ നമുക്ക് നോർമലായിട്ടുള്ള ഒരാളുടെ ആവശ്യങ്ങൾക്ക് വേണ്ട എല്ലാ എമിഗ്രേഷൻ കാര്യങ്ങളും നമുക്കിവിടെ ചെയ്തു കൊടുക്കാൻ പറ്റും. അപ്പോൾ തന്നെ ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, നമ്മളൊരു ഇന്ത്യൻ പാസ്പോർട്ട് റിന്യൂവൽ സർവീസൂടെ ഉടനെ തന്നെ തുടങ്ങുവാണെങ്കിൽ ആപ്ലിക്കേഷൻ കാര്യങ്ങൾ കൊടുത്തേക്കുവാണ്. അപ്പോൾ ആർക്കെങ്കിലും ഒരു ഇന്ത്യൻ പാസ്പോർട്ട് റിന്യൂ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഓഫീസിൽ വന്നാൽ ഇവിടെ തന്നെ ഫോട്ടോ എടുത്ത് ഇവിടെ തന്നെ ആപ്ലിക്കേഷൻ പ്രിൻ്റ് ഔട്ട് ചെയ്ത് ഞങ്ങൾ തന്നെ VFSൽ അപ്പോയിൻമെൻറ്റ് എടുത്ത് തരും. നിങ്ങൾ ഡയറക്റ്റ് പോയാൽ മതി. VFS ഉണ്ട് ഇവിടെ. അവിടെ നമുക്ക് 1-2 ചെറിയ സർവീസുകൾ ഒഴികെ ബാക്കി എല്ലാ പാസ്പോർട്ട് സേവാ സർവീസുകളുണ്ട്. അപ്പോൾ തന്നെ അവിടെ ചെന്നാൽ അപ്പോയിൻമെൻറ്റ് എടുത്ത് ചെന്നാൽ 10 മിനിറ്റ് ആൾക്കാർക്ക് നിൽക്കാൻ പറ്റത്തുള്ളൂ. അപ്പം നമുക്ക് ഇവിടെ വന്നാൽ നമുക്ക് ആപ്ലിക്കേഷൻ എല്ലാം ചെയ്ത് പെർഫെക്റ്റ് ആക്കി ഫയലുമായിട്ട് അവിടെ പോയാൽ മതി. ഉദാഹരണം പറഞ്ഞാൽ ഒരു കുഞ്ഞിൻ്റെ പാസ്പോർട്ട് എടുക്കണം, കുഞ്ഞിനെ കൊണ്ടുവന്ന ഫോട്ടോ ഇവിടെ തന്നെ എടുത്ത് ഞങ്ങൾ തന്നെ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്ത് ഞങ്ങൾ തന്നെ എല്ലാം ചെയ്ത് വേണ്ട ഡോക്യുമെൻറ്റും ചെയ്ത് അപ്പോയിൻമെൻറ്റും എടുത്തവരും നിങ്ങൾ പോയി ബാക്കി കാര്യങ്ങൾ ചെയ്താൽ മതി. അപ്പോൾ അതിനൊക്കെ വളരെ മിനിമം അവർലി ചെറിയൊരു എമൗണ്ട് ഞങ്ങൾ ചാർജ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ തന്നു എന്നുള്ളതേ ഉള്ളൂ. നമ്മൾ വരുന്ന വീഡിയോയിൽ ബാക്കി കണ്ടന്റ് കാര്യങ്ങൾ. പിന്നെ ലാസ്റ്റ് ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇമിഗ്രേഷൻ റിലേറ്റഡ് ആയിട്ട് വരുന്ന അല്ലെങ്കിൽ ഇവിടെ ഉള്ള സ്റ്റുഡൻസിന് കൊടുക്കാൻ പറ്റുന്ന ഒരു ചെറിയ അഡ്വൈസ്, അതായത് ഇപ്പോൾ ഈ ഒരു ഫോം നടത്തുന്നു എന്നുള്ള രീതിയിൽ എന്തെങ്കിലും ഒരു അഡ്വൈസ് കോമൺ ആയിട്ട് കൊടുക്കാനുണ്ടോ? കോമൺ ആയിട്ട് കൊടുക്കാനുണ്ടെങ്കിൽ, ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ ഹോം ഓഫീസിൻ്റെ വെബ്സൈറ്റ് സെർച്ച് ചെയ്യുക. നിങ്ങളൊരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് നിങ്ങളൊരു ഫീ വേവറിംഗ് ആണോ? അനേകം പേര് പറയുന്നുണ്ട് ഫീ വേവറിംഗ് ഇട്ടാൽ 6 മാസം നിൽക്കാം, 1 വർഷം നിൽക്കാം. 1 വർഷം വരെ നിന്ന ചരിത്രമുണ്ട് ആൾക്കാർ. ഒരു ഫീ വേവറിംഗ് ഇടുകയാണെങ്കിൽ ഇപ്പം മിനിമം 3 മാസം അവർ കൊടുക്കുന്നുള്ളൂ. ഇപ്പോൾ എല്ലാം ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫീ വേവറിംഗ് ഇടാനാണോ, FLR ഇടാനാണോ, അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങൾക്കൊരു COS തന്നിട്ടത് അത് COS ആണെന്ന് പറയും. എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അറിയാവുന്ന എന്നെയോ അല്ലെങ്കിൽ ഞങ്ങൾ വേറെ ഇംഗ്ലണ്ട് ബേസ്ഡ് ആണെങ്കിലും ഒരു സോളിസിറ്റർ ഫേമിനെ വിളിച്ച് ചോദിക്കുക, അല്ലെങ്കിൽ ഒരു റെഗുലേറ്റഡ് എമിഗ്രേഷൻ അഡ്വൈസറായിട്ട് ഒരു അപ്രോച്ച് നടത്തുക, അല്ലെങ്കിൽ ഇതിൻ്റെ വെബ്സൈറ്റിലൊന്ന് ചെയ്യുക. ഒരിക്കലും പഴയ യൂട്യൂബ് വീഡിയോകളോ അല്ലെങ്കിൽ വാട്സപ്പ് മെസ്സേജുകളോ നോക്കിയിട്ടൊരു തീരുമാനം എടുക്കാതെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എപ്പോഴും ഹോം ഓഫീസ് വെബ്സൈറ്റ് അത് ഡെയിലി അപ്ഡേറ്റഡ് ആണ്. അല്ലെങ്കിൽ ഞങ്ങളുമായിട്ട് സമീപിക്കുക. നിങ്ങൾക്കൊരു കൺസൾട്ടേഷൻ ഉണ്ട്, അങ്ങനെ ഞങ്ങളോട് സമീപിക്കണം. അല്ലെങ്കിൽ ഫോൺ എൻക്വയറി ഉണ്ട്. ഏത് സമയം ഞങ്ങളെ വിളിക്കാം, ഞങ്ങളെല്ലാം തിരിച്ചു വിളിക്കും. ഇനീഷ്യൽ കൺസൾട്ടേഷന് ഒരു പൈസ പോലും ഞങ്ങൾ ചാർജ് ചെയ്യുന്നില്ല. ഇപ്പൊ ഇത്രയും നമ്മുടെ കൂടെ ഈ ബിസി ആയിട്ടുള്ള സമയത്ത് ഇത്രയും ടൈം സ്പെൻഡ് ചെയ്തതിന് വളരെയധികം സന്തോഷമുള്ള. നമുക്ക് ആർക്കെങ്കിലും ഒരു ഉപകാരം ഇതുമായിട്ട് വരുവാണെങ്കിൽ നമുക്ക് ഇതല്ലേ. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ഇടും. ഇതിന്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതായത് ഈ ഓഫീസിന്റെ ലൊക്കേഷൻ, ഈവൻ ഇവിടുത്തെ കോൺടാക്ട് നമ്പറും കാര്യങ്ങളും എല്ലാം ഞാൻ കൊടുക്കാം. അപ്പോൾ താങ്ക് യു. ഓക്കെ, താങ്ക് യു വെരി മച്ച്.